കാനഡയിൽ നിന്നുള്ള മൂന്നാം പരാതിക്കാരി ഫെനി നയനാനെതിരെ പുതിയൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അതായത് സൈബറിടത്തിൽ അതിജീവിതമാരെ വേട്ടയാടുന്നുവെന്നും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ പല വിവരങ്ങളും പുറത്തേക്ക് വിടുന്നത് ഈ ഫെനി നയനാൻ ഉൾപ്പെട്ട ഗ്രൂപ്പാണെന്നും ഇപ്പോൾ കോൺഗ്രസിലെ ഉന്നതർക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് കാനഡയിൽ നിന്നുള്ള ഈ മൂന്നാം അതിജീവിത. ഇപ്പോൾ അതായത് നേർക്കുനേർ പോരിലേക്ക് ഫെനി നയനാനും കാനഡക്കാരിയും തമ്മിൽ എത്തിയിരിക്കുകയാണ്. ഈ പരാതി പാർട്ടിക്ക് കിട്ടിയതിന്റെ തൊട്ടടുത്ത നിമിഷം ഇപ്പോൾ ഫെനി നയനാൻ ചില കാര്യങ്ങൾ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. മൂന്നാം പരാതിക്കാരിക്കെതിരെ താൻ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യും എന്നാണ് ഫെനി നയനാൻ തുറന്നടിച്ചിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു മൂന്നാം പരാതിക്കാരിയും പറഞ്ഞത്. അതായത് അങ്ങ് കാനഡയിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി അയച്ച പരാതിയിൽ പറഞ്ഞിരുന്ന കാര്യം. ഇത് മാത്രമല്ല, മറ്റൊരു കാര്യവും പറഞ്ഞിരുന്നു, തന്നെ അതിക്രൂരമായിട്ടാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്ന്. എന്നാൽ അത് ശുദ്ധ കള്ളത്തരമാണെന്ന് പൊളിച്ചടുക്കിയത് ഫെനി നയനാനായിരുന്നു. ഫെനി നയനാന്റെ ഇടപെടലുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ആശ്വാസവും നൽകിയിരുന്നു. അതായത് ഈ മൂന്നാം പരാതിക്കാരി പലതവണ ഫെനി നയനാനുമായി ചാറ്റുകൾ ചെയ്തിട്ടുണ്ട്, രാഹുലിനെ കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. ഈ ചാറ്റുകൾ ഉൾപ്പെടെയായിരുന്നു ഫെനി നയനാൻ പുറത്തുവിട്ട് മൂന്നാം പരാതിക്കാരിയെ പൊളിച്ചടുക്കിയത്. പിന്നീട് ഒരക്ഷരം പോലും പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മൂന്നാം പരാതിക്കാരിക്ക് പരാതിയും കീറി ഓടേണ്ട ഒരു ഗതികേട് വന്നിരുന്നു. ആ ഒരു ഗതികേടിലേക്ക് ഈ പരാതിക്കാരിയെ എത്തിച്ചത് ഫെനി നയനാന്റെ ഇടപെടലുകളായിരുന്നു. രാഹുൽ ഉഭയസമ്മതപ്രകാരം ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നാൽ അതിൽ പീഡനം നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഫെനി നയനാൻ പുറത്തേക്ക് വിട്ട ഈ ചാറ്റുകളിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ലക്ഷ്മി പത്മ പുറത്തുവിട്ട ചില ചാറ്റുകൾ, സ്ക്രീൻഷോട്ടുകളൊക്കെ കണ്ടിരുന്നല്ലോ. അതിൻ്റെ എല്ലാം സത്യാവസ്ഥകൾ വലിച്ചു പുറത്തേക്കിട്ടത് ഫെനി നയനാനായിരുന്നു. പിന്നീട് ലക്ഷ്മി പത്മയ്ക്കും സംസാരിക്കാൻ കഴിയാതെ മാളത്തിൽ ഒളിക്കുന്നത് നമ്മൾ കണ്ടതായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ ഫെനി നയനാനെ തീർത്താലേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒന്ന് തൊടാൻ പോലും കഴിയുകയുള്ളൂ എന്ന് ഈ പരാതിക്കാരികൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാർട്ടിക്ക് നേരിട്ട് ഈ കാനഡയിൽ നിന്നുള്ള പരാതിക്കാരി ഫെനി നയനാനെതിരെ ഗുരുതര ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: ബലാത്സംഗ കേസുകളിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തൻ ഫെനി നയനാനും രാഹുൽ അനുകൂലികളായ സൈബർ സംഘങ്ങൾക്കും എതിരെയാണ് ഗുരുതരമായ പരാതിയുമായി ഈ മൂന്നാം അതിജീവിത രംഗത്തേക്ക് വന്നിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി, ദീപാദാസ് മുൻഷി, അൽക്ക ലാംബ, ജബി മേത്തർ, രാഹുൽ ഗാന്ധി എന്നിവർക്ക് ഇമെയിൽ വഴിയാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. കേസുകൾ കോടതിയുടെ പരിഗണനയിലിരിക്കെ ഫെനി നയനാൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തിഹത്യ ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുകയാണെന്ന് പരാതിയിൽ അതിജീവിത ആരോപിക്കുന്നുണ്ട്. സൈബർ സെല്ലിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അതിജീവിത പരാതി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. സ്വകാര്യ ചാറ്റുകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. ഇതിരകളെ മാനസികമായി തകർക്കാനും കേസിനെ അട്ടിമറിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണെന്നാണ് പരാതിക്കാരി പറയുന്നത്. കോൺഗ്രസ് നേതൃത്വം രാഹുലിനെതിരെ പ്രതീകാത്മക നടപടികൾ മാത്രമാണ് സ്വീകരിച്ചത്. ഇപ്പോഴും പാർട്ടി അനുഭാവികളായ സമൂഹ മാധ്യമ ഹാൻഡിലുകൾ വഴി പ്രതിക്ക് അനുകൂലമായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. വ്യാജ വോട്ടർ ID കേസിൽ പ്രതിയായ ഫെനി നയനാൻ അതിജീവിതമാരെ മോശക്കാരായി ചിത്രീകരിക്കാനും അവരെ നിശബ്ദരാക്കാനും നേതൃത്വം നൽകുന്നുവെന്നും പരാതിയിൽ പറയുന്നു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത ഫെനിയുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് എന്തുമാകാമെന്ന തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഇതിലൂടെ വരാനിരിക്കുന്ന തലമുറയുടെ പോലും സുരക്ഷിതത്വം ഇല്ലാതാക്കുകയാണ്. അതിജീവിതമാരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടി വേണം. കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങൾ ഏകപക്ഷീയമായി ചർച്ച ചെയ്യുന്നതിൽ നിന്ന് പ്രതികളെയും അവരുടെ സംഘത്തെയും തടയണം. നീതിപൂർവമായ വിചാരണ ഉറപ്പാക്കാൻ അധികാരികൾ ഇടപെടണം എന്നീ ആവശ്യങ്ങളും പരാതിക്കാരി ഉന്നയിക്കുന്നുണ്ട്. സൈബർ ഇടങ്ങളിലെ അധിക്ഷേപങ്ങൾക്കും ഭീഷണികൾക്കുമെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് അതിജീവിതയുടെ പ്രധാന ആവശ്യം. അതിജീവിതമാരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയവർക്കെതിരെ നടപടി ഉടനുണ്ടാകണം. പാർട്ടി അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്ന് നീതിയുക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഈ പരാതിക്കാരി ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾ കടന്നു പോകുന്നത് വിവരണാതീതമായ ട്രോമയിലൂടെയാണ്. മാനം കാക്കാനും നീതിക്കും വേണ്ടിയുള്ള ഈ പോരാട്ടം ഞങ്ങളുടെ മാത്രം നിലനിൽപ്പിന് വേണ്ടിയല്ല, മറിച്ച് സ്ത്രീകളുടെ മാന്യതയ്ക്കും വരും തലമുറയ്ക്കും വേണ്ടിയുള്ളതാണ്, അതിജീവിത പരാതിയിൽ പറഞ്ഞു. ഈ ഗുരുതരമായ ആരോപണങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും പരാതിയിൽ ഇവർ പറയുന്നുണ്ട്. അതായത് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിനാണ് ഇവർ ഈ പരാതി അയച്ചിരിക്കുന്നത്. ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ സൈബർ ഗ്രൂപ്പിനെയും ഫെനി നയനാനെയും ഒക്കെ ഇറക്കി
അതിജീവിതമാർക്ക് നേരെ വലിയ കളികൾ നടത്തുന്നുണ്ട്. അത് അവസാനിപ്പിക്കണം. മറ്റൊന്ന്, ഫെനി നയനാനെ പൂർണ്ണമായും പാർട്ടി അടിച്ചിരുത്തണം എന്നുള്ളതാണ്. അതായത് ഫെനി തലപൊക്കാത്ത രീതിയിൽ അയാളെ പാർട്ടിയെ കൊണ്ട് തന്നെ അയാൾക്കെതിരെ നടപടി എടുപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും ഇവർ കാണുന്നുണ്ട്. പക്ഷേ ഫെനി നയനാനാകട്ടെ ഇപ്പോൾ ഇതിനെതിരെ അതിശക്തമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. മൂന്നാമത്തെ അതിജീവിതയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഫെനി നയനാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നീതിപൂർവമായ നടപടിയാണ് അതിജീവിതയ്ക്ക് വേണ്ടതെങ്കിൽ പോലീസിന് പരാതി കൊടുത്താൽ പോരെ? തനിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾക്ക് പരാതി നൽകേണ്ടതുണ്ടോ എന്നും ഫെനി നയനാൻ ചോദിച്ചു. തനിക്കെതിരായ വ്യാജ പ്രചരണത്തിൽ പത്തനംതിട്ട SP പരാതി നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് അതിജീവിത പരാതി കൊടുത്തിരിക്കുന്നത്. താൻ അതിജീവിതയുടെ പേര് വിവരങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പരസ്യപ്പെടുത്തിയിട്ടില്ല. ആരാണ് സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിട്ടത്? അതിജീവിത ചാറ്റ് പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാകണമെന്നും ഫെനി നയനാൻ പറഞ്ഞു. ഇത് ലക്ഷ്മി പത്മയ്ക്കിട്ട് ഒരു കൊട്ട് കൊടുത്തതായിരുന്നു. അതായത് ലക്ഷ്മി പത്മയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കുന്നതിന് വേണ്ടി ചില സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടിരുന്നു. അതായത് ഈ മൂന്നാം പരാതിക്കാരിയും രാഹുലും തമ്മിൽ ഉണ്ടായിരുന്ന ഇടപാടുകളുടെ ചില ചാറ്റുകൾ, അതിൻ്റെ സ്ക്രീൻഷോട്ടായിരുന്നു ലക്ഷ്മി പത്മ പുറത്തേക്ക് വിട്ടത്. എന്നാൽ അവർക്കെതിരെ ഒരു പരാതി പോലും പറയാൻ തയ്യാറാകാതെ തന്നെ ലക്ഷ്യം വെക്കുന്നത് അത് കൃത്യമായ ഒരു അജണ്ടയാണെന്ന് ഫെനി നയനാൻ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ ഈ മൂന്നാം പരാതിക്കാരി പാർട്ടിക്ക് പരാതി കൊടുത്തിരിക്കുന്നതെന്നും ഫെനി നയനാൻ പറഞ്ഞു. ഇതുകൊണ്ടൊന്നും തന്നെ പേടിപ്പിക്കാൻ കഴിയില്ല എന്നും താൻ സത്യങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വിട്ടതെന്നും ഇവിടെ ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഫെനി നയനാൻ പറയുന്നുണ്ട്. ഇവിടെ ഈ മൂന്നാം പരാതിക്കാരി, അതായത് മൂന്നാമത്തെ അതിജീവിത, കാനഡയിൽ നിന്നുള്ള ആ യുവതിക്ക് ഫെനി നയനാൻ ഇപ്പോൾ ഒരു ശത്രുവായി മാറിയിരിക്കുകയാണ്. മുൻപ് ഇവരൊക്കെ വലിയ സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെയാണ്. എന്നാൽ ഇന്നിപ്പോൾ ഈ കേസ് നേരെ ഉൾട്ടയായതോടുകൂടി ഫെനി നയനാൻ പുറത്തുവിട്ട പല ചാറ്റുകൾ അത് ഈ മൂന്നാം പരാതിക്കാരിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ പറഞ്ഞ അതിക്രൂരമായ ബലാത്സംഗം പൊളിഞ്ഞടുങ്ങി ഫെനി നയനാൻ പുറത്തുവിട്ട ചാറ്റിലൂടെ. ഇവർ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള ആരോപണവും പൊളിഞ്ഞടുങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം 8 നിലയിൽ പൊട്ടിച്ചത് ഫെനി നയനാന്റെ ഇടപെടലുകളാണ്. അതുകൊണ്ട് തന്നെ ഫെനി നയനാനെ എങ്ങനെയും തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കാനഡയിൽ നിന്നുള്ള യുവതി ഇപ്പോൾ പാർട്ടിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. പാർട്ടിക്ക് നേരിട്ട് പരാതി കൊടുക്കുമ്പോൾ, അതിൻ്റെ ഉന്നത നേതൃത്വത്തിന് പരാതി കൊടുക്കുമ്പോൾ പാർട്ടിക്ക് ഇടപെടേണ്ടി വരും. കാരണം പാർട്ടി മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, അതിജീവിതമാർക്കൊപ്പമാണ് എന്നുള്ള കാര്യം. രാഹുലിനെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനമാണ്. അറബിക്കടൽ പോലെ കേരളം ഇളകി വന്നാലും ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനത്തിൽ നിന്ന് മാറ്റമുണ്ടാകില്ല എന്നൊക്കെ VD സതീശൻ ഉൾപ്പെട്ട നേതാക്കളൊക്കെ മുൻപ് പ്രതികരിച്ചിരുന്നു. ഒരല്പമെങ്കിലും രാഹുലിന് അനുകൂലമായി കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത് രാഹുലിനെ നിയമസഭയിൽ നിന്ന് പുറത്താക്കുന്നതിനെതിരെയായിരുന്നു. രാഹുലിനെ അയോഗ്യനാക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു ഇവർ പ്രതികരിച്ചത്. അത് ഈ അവസാന ഘട്ടത്തിലായിരുന്നു. പക്ഷേ ഈ സ്ത്രീകൾ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തേക്ക് വരുമ്പോൾ അവരെ സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നത് കോൺഗ്രസിന്റെ ഗ്രൂപ്പാണ് എന്ന് പറയുമ്പോൾ അതും വലിയൊരു ചർച്ചയായി മാറും. അപ്പോൾ അതിജീവിതമാർക്കൊപ്പമാണ് എന്ന് പറഞ്ഞ നേതാക്കൾക്ക് ഇതിൽ നടപടിയെടുക്കാതെ മറ്റ് തരമില്ല. അങ്ങനെ പാർട്ടിയെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ട് തള്ളിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ വിഷയവും ഫെനി നയനാന്റെ ഇടപെടലുകളും.